സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ആയിട്ട് ട്രെയിലർ ബ്രേക്ക് ഡൗൺ ചെയ്താലോ? ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സ്പൈഡർമാൻ്റെയും സ്കോർപ്പിയൻ്റെയും ഫൈറ്റുമായിട്ടാണ്. ആ ഓപ്പണിംഗ് സീനിൽ തന്നെ 2 സോൾജേഴ്സിനെ കാണാൻ സാധിക്കും. അവർ സൈഡി സിങ്ക് അവതരിപ്പിക്കുന്ന ജീൻ ഗ്രേയുടെ പവേഴ്സിനാൽ ഫ്രീസായി നിൽക്കുന്നതാണ്. ട്രെയിലറിൽ തന്നെ മറ്റാളുകൾ ഇതുപോലെ ഫ്രീസായി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പീറ്ററിൻ്റെ ഐബോൾസ് ബ്ലാക്കായി മാറിയിരിക്കുന്നത് പല സീനുകളായിട്ട് കാണിക്കുന്നുണ്ട്. പീറ്ററിൻ്റെ DNA മ്യൂട്ടേറ്റ് സംഭവിക്കുന്നതും പീറ്റർ സപ്രസ് ചെയ്യാനായിട്ട് ബ്രൂസ് ബാനറിൻ്റെ സഹായം തേടുന്നുമുണ്ട്. പിന്നീടുള്ള സീനിൽ നെഡിൻ്റെയും MJയുടെയും ഒരു റീല് പീറ്റർ കാണുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ നെഡിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ശ്രദ്ധിച്ചാൽ ദ ഗ്രേറ്റ്ഫുൾ നെഡ് 42 ആണെന്ന് കാണാൻ സാധിക്കും. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഫോളോ ചെയ്യുന്നവർക്കറിയാം, മാർവൽ ഒരിക്കലും നമ്പേഴ്സ് അങ്ങനെ വെറുതെ കൊടുക്കാറില്ല. 42 എന്നത് സ്പൈഡർവേഴ്സ് മൂവീസിൽ മൈൽസ് ജി മൊറാലിസിൻ്റെ എർത്ത് 42 ആണ്. ഒരു പക്ഷേ മാർവൽ അത് MCUയിലേക്കുള്ള മൈൽസിൻ്റെ ഇൻട്രൊഡക്ഷൻ ടീസ് ചെയ്യുന്നതാകാം. അതുപോലെ തന്നെ പീറ്റർ ഓർഗാനിക് വെബ് ഡെവലപ്പ് ചെയ്യുന്നതും ട്രെയിലർ കാണിക്കുന്നുണ്ട്. ബ്രൂസ് ബാനറിൻ്റെ വൃഷ്ടിലുള്ള ഡിവൈസും ഗാമ റേഡിയേഷൻ സപ്രസ് ചെയ്യാനായിട്ടുള്ളതാണ്. പീറ്റർ ബ്രൂസ് ബാനറിനെ മീറ്റ് ചെയ്യുന്നത് തൻ്റെ ശരീരത്തിൽ നടക്കുന്ന മ്യൂട്ടേഷൻ ഇതുപോലെ സപ്രസ് ചെയ്യാനുള്ള ഡിവൈസിന് വേണ്ടിയാകാം. ന്യൂ എംബർ മാഗസിൻ റിലീസ് ചെയ്ത ഫോട്ടോസിൽ പീറ്ററിൻ്റെ വെബ് ഷൂട്ടേഴ്സിൽ ഇതുപോലെ ഗ്ലോ ചെയ്യുന്ന ഗ്രീൻ പാർട്സ് ഉണ്ട്. ട്രെയിലറിൽ കാണിക്കാത്ത ഒരു ക്യാരക്ടർ കീത്ത് ഡേവിഡ് പ്ലേ ചെയ്ത ജാക്കൽ അഥവാ ഡോക്ടർ മൈൽസ് വാർനെയാണ്. ആദ്യ ട്രെയിലറിൽ കാണിക്കുന്ന ഈ വോയിസ് ജാക്കലിൻ്റെ വോയിസ് തന്നെയാണെന്ന് കീത്ത് ഡേവിഡ് തന്നെ കൺഫേം ചെയ്തതാണ്. ഗ്രീൻ ജാക്കൽ എന്നെഴുതിയ ഒരു ബിയറും ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ട്രെയിലറിൽ കാണിക്കുന്ന ഈ ഐലൻഡ് ന്യൂയോർക്കിലെ റൂസ്വെൽറ്റ് ഐലൻഡ് ആണ്. ഈ ഐലൻഡിലെ ഈ ട്രാംവേലാണ് 2002 സ്പൈഡർമാനിലെ ഈ സീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ട്രെയിലറിൽ സൈഡി സിങ്കിൻ്റെ പവേഴ്സ് ഒന്നും പീറ്ററിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. കാരണം നോവേ ഹോമിൽ പീറ്ററിൻ്റെ ആസ്ട്രോ ഫോമിലേക്ക് ഡോക്ടർ സ്ട്രേഞ്ച് പുറത്താക്കിയപ്പോൾ തൻ്റെ ബോഡി കൺട്രോൾ ചെയ്യാൻ വരെ പീറ്ററിന് കഴിഞ്ഞതാണ്. അതുപോലെ ട്രെയിലറിൽ നെഡിൻ്റെ ഹൗസിലെ ഒരു പാർട്ടിയിലേക്ക് പീറ്റർ എത്തുന്നതും കാണിക്കുന്നുണ്ട്. അവിടെയുള്ളൊരു ബോർഡിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ സ്പൈഡർമാൻ ആരാണെന്ന് അറിയാനായിട്ട് നെഡ് ഒരു റിസർച്ച് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നെഡ് സ്പൈഡർമാൻ്റെ ആദ്യത്തെ അപ്പിയറൻസ് 2016 എഴുതി വെച്ചിട്ടുണ്ട്. സിവിൽ വാറിൽ 2016 ടോണി സ്പൈഡർമാനെ റിക്രൂട്ട് ചെയ്തപ്പോൾ തന്നെ കഴിഞ്ഞ 6 മാസമായിട്ടുള്ള സ്പൈഡർമാൻ്റെ ഹീറോയിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ടോണി റിവീൽ ചെയ്തതാണ്. അതിനുശേഷം ഇൻക്രെഡിബിൾ ഹൾക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഹൾക്കിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള മൂവായ തണ്ടർ ക്ലാപ്പും ട്രെയിലർ കാണിച്ചിട്ടുണ്ട്. ബ്രൂസ് ബാനറിൻ്റെ സേവേജുകൾക്കായിട്ടുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ ജീൻ ഗ്രേയുടെ മൈൻഡ് കൺട്രോളിങ് പവേഴ്സ് കൊണ്ടുള്ളതാവാനാണ് സാധ്യത. ഈസി ആയിട്ട് സിവിലിയൻസിനെ വരെ ജീൻ ഗ്രേ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ട്രെയിലർ തന്നെ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് പുറത്തു വരാതിരിക്കുന്ന ഹൾക്കിൻ്റെ പേഴ്സണാലിറ്റിയും ജീൻ ഗ്രേക്ക് പുറത്തെത്തിക്കാൻ കഴിയും. എംപയർ മാഗസിൻ പുറത്തോട്ട് ഇമേജസിൽ പീറ്ററും MJയും ചേർന്ന് ബ്രൂസ് ബാനറിൻ്റെ ഡാമേജ്ഡായ ബ്രിസ്റ്റ് ഡിവൈസ് ശരിയാക്കാൻ ശ്രമിക്കുന്നതും കാണിക്കുന്നുണ്ട്. അതുപയോഗിച്ച് ഹൾക്കിനെ തിരിച്ച് ബ്രൂസ് ബാനർ ആക്കാൻ തന്നെയാവും അപ്പോൾ പീറ്ററിൻ്റെ പ്ലാൻ. അതിനുശേഷം സ്പൈഡർമാൻ്റെ ജയിൽ ഫൈറ്റ് സീനിൽ റെഡ് ഹാൻഡ് ഗാങ്ങുമായിട്ടുള്ള ഫൈറ്റ് കാണിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ ആദ്യത്തെ ട്രെയിലറിൽ പീറ്ററിൻ്റെ കയ്യിൽ വെബ് ഷൂട്ടേഴ്സ് കാണിക്കുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ട്രെയിലറിൽ അത് കാണിക്കുന്നുണ്ട്. ഡെയർഡെവിളിനെ ജയിലിൽ നിന്ന് രക്ഷിക്കാനാണ് സ്പൈഡർമാൻ എത്തുന്നതെന്ന് റൂമറുകളുണ്ടെങ്കിലും ചാർലി കോക്സ് തന്നെ പടത്തിലില്ലെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഡെയർഡെവിൾ സീസൺ 3 സ്റ്റാർട്ട് ചെയ്യുന്നത് ജയിലിൽ നിന്ന് തന്നെയാണ്. അതുപോലെ ഈ സീനിലുള്ള പ്രിസൺ ഗാർഡ്സിൻ്റെ കയ്യിലിരിക്കുന്ന ഇലക്ട്രിക് റോഡ് തന്നെയാണ് ഹാൻഡ് സ്പൈഡർമാനെ ഫൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.